ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ബ്ലൂ വാട്ടർ കാണാനാണ്. ബ്ലൂ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. കാൻഡിൽ തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ലണ്ടനോട് അടുത്താണ്. UK-ലെ 5ാമത്തെ ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് സെൻ്ററാണിത്. ഏറെക്കുറെ 240 ഏക്കറിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഏറെക്കുറെ 16 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, അത്രയും അധികം ബ്രാൻഡുകളും മറ്റു ഉൽപ്പന്നങ്ങളും നമുക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് ഇത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്താണ്, ഒരു അരമണിക്കൂറിൻ്റെ ട്രാവലിങ്ങേ ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട്. അപ്പോൾ വന്നിട്ട് ഞങ്ങൾ പതിവ് പോലെ ആദ്യത്തെ ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കലായിരുന്നു. കാരണം ഞങ്ങൾ രാവിലോട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് രാവിലത്തെ വ്ളോഗും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഷവർമ, അതേപോലെ തന്നെ അറബിക് ഫുഡ്സ്. സോ അത് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ലബനീസ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇപ്പോൾ ഈ ASMR വീഡിയോസൊക്കെ കാണാറില്ലേ, അതിൽ കൂടുതലായിട്ടും ഈ ലബനീസ് ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരു രീതി, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു രീതി ഞാൻ കാണാറുണ്ട്. അതിൽ നമ്മൾ ഈ വലിയ നമ്മുടെ ഓറഞ്ചിൻ്റെ ചെറിയ അല്ലികളൊക്കെ അതിൻ്റെ പിഴിഞ്ഞ് ചാറെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ ഒരു അറബിക് രീതി, ഒരു ലബനീസ് അല്ലെങ്കിൽ ഒരു ടർക്കിഷ് രീതി. ആ രീതിയിൽ ഇവർ ഫ്ലെയിം ഗ്രിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളി ചിക്കനാണ് ഈ റോട്ടിസേരി ചിക്കൻ. നല്ല സ്ലോ കുക്കൊക്കെ ചെയ്തെടുത്തിട്ട് കയ്യിൽ അലിഞ്ഞ് പോരുന്ന ഒരു ടൈപ്പ് ചിക്കനാണിത്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ സൈഡായിട്ട് ഫ്രൈസും അതേപോലെ തന്നെ ഞങ്ങൾ റൈസും പറഞ്ഞു. ഞങ്ങൾ ഹാഫ് എ പോർഷൻ ചിക്കനാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇവൾക്ക് ഇതൊക്കെ ഒന്ന് പരിചയമാവാൻ വേണ്ടിയിട്ട് ഇവളെ കൊണ്ട് തന്നെയാണ് ഇത് ഓർഡർ ചെയ്യിപ്പിച്ചത്. എല്ലാം ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇവള് അതിൻ്റെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് അത് മേടിക്കാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ചുറ്റും ഒന്ന് ഇറങ്ങിയിട്ട് മറ്റുള്ള ഷോപ്പുകൾ, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ഏരിയയിലുള്ള ആ ഒരു ഷോപ്പുകൾ മൊത്തം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാമെന്ന്. എനിവേ നമ്മൾ മാള് കാണാനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവളിവിടെ വെയിറ്റ് ചെയ്യട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്ക് ഇവിടേക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ മേടിക്കുന്നത് ഇത് ലബനീസ് ഗ്രിൽ ഷോപ്പാണ്. എന്താണെന്നറിയാൻ പാടില്ല, കഴിച്ചിട്ട് പിന്നെയും കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫുഡ് ആണ് ലബനീസ് ഫുഡ്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊന്ന് ചുറ്റുപാടും നോക്കിയിട്ട് വരാം. സോ ഇവളിവിടെ ഈ ബില്ലൊക്കെ കാണിച്ച് ഈ ഫുഡൊക്കെ മേടിച്ചിരിക്കട്ടെ, നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പതുക്കെ ഒന്ന് നടന്നു തുടങ്ങി. ആ കാണുന്ന പച്ചയില്ലേ, ആ കാണുന്ന പച്ചയാണ് വസാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡാണ്. അതൊരു ജാപ്പനീസ് ബ്രാൻഡാണ്. സുഷിയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു കടയാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ എനിക്കെന്തോ അത്രയ്ക്ക് താല്പര്യമില്ല. ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തായ് ഫുഡും ചൈനീസ് ഫുഡൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ജാപ്പനീസ് എനിക്ക് അത്രയ്ക്ക് ഫുഡ് എനിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മളെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. സോ വീക്കെൻഡ്സ് ആഘോഷമാക്കുന്നവരാണ് യൂറോപ്യൻസ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം അവരിതുപോലത്തെ മാളുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വിൻ്റർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവരെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് അധികം ക്യാമറ കൊണ്ട് പോകാത്തതാണ് എനിക്ക് നല്ലത്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു ഫാമിലിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഒക്കേഷൻസിൽ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ അവർക്കതൊരു ഓക്കേർഡ്നെസ് ആയിരിക്കും. അത് കൊണ്ട് ചെല്ലുന്ന എനിക്കതൊരു നാണക്കേടുമായിരിക്കും. സോ ഞാനത് അവിടേക്ക് ക്യാമറ ചലിപ്പിച്ചില്ല. ഞാൻ പതുക്കെ ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ KFC മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട്, ഗ്രെക്സ് ഉണ്ട്, KFC ഉണ്ട്, മെക്ഡൊണാൾഡ്സ് ഉണ്ട്. അങ്ങനെ സാധാരണപ്പെട്ട ബ്രിട്ടീഷുകാരുടെ ദൈനംദിന ഭക്ഷണങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇറങ്ങുമ്പോൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയുടെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഈ പടികൾ ഇറങ്ങി പോകുമ്പോൾ ഇവിടെയും കുറേ പേര് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം ഓർഡർ ചെയ്ത് സ്വാദിഷ്ടമായ ഫുഡുകളൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ എല്ലാവരും ഈ വന്നിരിക്കുന്നത് ഈ ഒരു ആംബിയൻസ് ആസ്വദിക്കാനാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഈസ് കമ്മിങ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അങ്ങനെ ഭൂമിയിലുള്ള എല്ലാവർക്കും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ ഈ ക്രിസ്മസ് എന്ന് ഞാൻ ആശംസിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളോട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. പണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വളരെയേറെ കൗതുകത്തോടെയും അതേപോലെ തന്നെ സന്തോഷത്തോടെയും ആസ്വദിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ക്രിസ്മസ്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ സൈഡിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടർന്നു പോരുന്ന നല്ല അടിപൊളി സ്ലോ കുക്ക് ചെയ്ത ചിക്കനും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. അത് ആ ചീസിലും ആ ഗാർലിക് സോസിലും പിന്നെ അവർ തന്നൊരു സ്പെഷ്യൽ ഒരു റോട്ടിസേരി സോസിലും മുക്കി തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ റൈസും എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ലബനീസ് ഫുഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ലബനീസ് ഫുഡ് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഡ്രിങ്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞു കോഫി കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ കോഫി കുടിക്കേണ്ടെന്നുള്ളൊരു തീരുമാനമായി. കാരണം കോഫി കുടിച്ച് നടക്കാൻ പറ്റില്ല, ചൂടുള്ള കോഫിയല്ലേ. അപ്പോൾ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കുടിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഫി എല്ലാം വാങ്ങിയത് നമ്മൾ 2 കുപ്പി ഡ്രിങ്ക്സ് മേടിച്ചു. ഇതൊരു ജ്യൂസിൻ്റെ മിക്സ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇതിൽ പപ്പായ, ഗുവ, ലെമൺ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതേപോലെ തന്നെ അവൾ വേറെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരൊറ്റ ജ്യൂസ്, ഏതാ മാംഗോയോ ആപ്പിളോ അങ്ങനെ എന്താണ്ടെന്ന് തോന്നുന്നു, മേടിച്ച് കുടിച്ചു. എൻ്റെ കയ്യിൽ പിന്നെ അവൾ ഉദ്ഘാടനം ചെയ്ത് എനിക്ക് തന്ന്, ഞാനും അത് കുടിച്ച് പതുക്കെ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ പതുക്കെ അടുത്ത വഴി നോക്കാനായിട്ട് നമ്മൾ നേരെ പോയിട്ട് എസ്കലേറ്ററിൽ പോയിട്ട് എന്താ നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കഥയെല്ലാം കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ മാളിൻ്റെ കുറച്ച് കാര്യങ്ങളും മറ്റ് സംഭവങ്ങളും ഈ ഒരു ഏരിയയും ഇവിടുത്തെ ഡെക്കറേഷനും ഒക്കെ കാണിച്ചു തരാം. നമ്മൾ നേരെ പോയിട്ട് കാണുന്ന സീനാ. അങ്ങോട്ട് നോക്കി, അവിടെ ഫുള്ള് ലൈറ്റും അലങ്കാരണങ്ങളും തോരണങ്ങളും എല്ലാം തൂക്കിയിട്ടു. ഇതിനിടയിൽ കൂടെ എന്നെ 2 പ്രാവശ്യം സെക്യൂരിറ്റി പൊക്കുകയും ചെയ്തു. ഈ ക്യാമറ കൊണ്ട് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് എല്ലാവിടെല്ലാം ആള് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞൊരു പുള്ളിക്കാരൻ വന്നു. ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞാൽ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി. അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്ത് വന്നപ്പോൾ അവിടെ വെക്കുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. പുള്ളിക്കാരനെ കണ്ട ആർക്കാ വീഡിയോ എടുക്കാൻ തോന്നാത്തത്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇവിടെ നിന്നിട്ട് കുറച്ച് നേരം വീഡിയോ എടുത്തു. അവസാനം അതിൻ്റെ അകത്തുള്ള പെണ്ണിങ്ങനെ എത്തിച്ച് നോക്കുന്നവരെ ഞാൻ ഈ വീഡിയോ എടുപ്പ് തുടർന്നു. ഇവിടെ ഇതിൻ്റെ ചുറ്റും നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കട. ഈ ഒരു കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ക്രിസ്മസിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്. എനിവേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് വലിയ ഭ്രമമില്ലാത്തതും അതിനേക്കാൾ ഉപരി ഇത് വളരെയധികം കോസ്റ്റ്ലി ആയതുകൊണ്ടും ഞാൻ ഈ സംഭവങ്ങളൊന്നും മേടിക്കാറില്ല. നാട്ടിലുള്ളപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. അതേപോലെ തന്നെ നക്ഷത്രം തൂക്കാനും അങ്ങനെ ചെറുകിട സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമെന്നല്ലാണ്ട് അതാരും മാറിയിരിക്കുന്നു. ഇതൊക്കെ ഉമ്മാരുടെ അലങ്കാരത്തിന് വേണ്ടി തൂക്കിയിട്ടുള്ള തോരണങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഒരു റിയർ വ്യൂ ഞാൻ ഈ വ്ളോഗിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കാണിക്കാം. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രിസ്മസ് മെമ്മറീസ് ഷെയർ ചെയ്യൂ. എനിവേ ക്രിസ്മസ് ഒക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ക്രിസ്മസ് മെമ്മറീസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കടന്നുപോയിട്ടുള്ള ക്രിസ്മസിൻ്റെ നല്ല നല്ല മൊമെൻ്റ്, മുഹൂർത്തങ്ങൾ എല്ലാം ഇതിൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കിത് വായിക്കാനും സുഖമായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനത് റിപ്ലൈ ആയിട്ടും അതുപോലെ തന്നെ റിപ്ലൈ വീഡിയോ ആയിട്ടും നിങ്ങളോട് പ്രതികരിക്കുന്നതായിരിക്കും. നമ്മൾ നേരെ പോയത് ഇവൾക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മേടിക്കാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ മേക്കപ്പിൻ്റെ ഐറ്റംസും കിട്ടുന്ന ഒരു കടയിലാണ്. അപ്പോൾ ഈ കടയിൽ വന്നിട്ട് എന്തോ ഒരു ഷെയർലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്രാൻഡ്, എനിക്കറിയില്ല ഏത് ബ്രാൻഡാണെന്ന്. ഇനി അതൊരു ഭയങ്കര ബ്രാൻഡാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അപ്പോൾ ഇവളതിൽ ഒരു സ്കിൻ ടോണിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവൾക്ക് സംഭവങ്ങളൊക്കെ അവർ കൊടുക്കുന്നത്. അങ്ങനെ ഇവള് അവിടെയുള്ള ആ പെണ്ണ് പറഞ്ഞ് എൻ്റെ അടുത്ത് ഇത് ഫിലിം ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിത് ഫിലിം ചെയ്യുമ്പോൾ ഇവള് അവിടെ സുഖവാസത്തിലിടുന്നു ഗൈസ്. ഇവളെ ആ പുള്ളിക്കാരി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ ഫ്രീ ആയിട്ടൊരു മേക്കപ്പൊക്കെ കിട്ടി. ഇവിടെ നിന്ന് പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് മുഖത്ത് ഫുള്ള് പൊട്ടിയടിച്ച പോലെ ആക്കിയത് കൊടുത്തു. പുള്ളിക്കാരി നൈസായിട്ട് ഇവളുടെ മുഖത്ത് ഓരോ കളറൊക്കെ ട്രൈ ചെയ്ത് ഇവളുടെ സ്കിൻ ടോൺ കണ്ടുപിടിച്ച് അതിന് ആവശ്യമുള്ള സംഭവങ്ങളും ഇതിൻ്റെ കൂടെ ഇവൾക്ക് എന്തോ ഒരു സംഭവം സെറ്റിംഗ് സ്പ്രേ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ഇവിടെ നിന്നല്ല, എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടും സെറ്റിംഗ് സ്പ്രേ. അവർ മേടിക്കുന്ന ഒരു സാധനമാണത്. അപ്പോൾ ഇവളുടെ കൂടെ നടന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ അത് മേടിച്ചു ഇവള്. പിന്നെ അതേപോലെ തന്നെ ഇവളുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഐറ്റംസും കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സും അതേപോലെ തന്നെ ഇവൾക്ക് ഒരുങ്ങാനുള്ള കുറച്ച് മേക്കപ്പ് സാധനങ്ങളും എല്ലാം ഇവൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ആഹാ, സൂപ്പർ സാധനമല്ലേ, നല്ല പേര്. അതെന്താന്ന് നോക്കിയതാ. ഇവൾ അതിൻ്റെ ഇടയിൽ ഇവിടെ പൊരിഞ്ഞ ഒരുക്കത്തിലായിരുന്നു. പുള്ളിക്കാരി നല്ല രീതിക്ക് ഇവളിങ്ങനെ ഒരുക്കി അവസാനം നല്ല വെളുപ്പിച്ചുണ്ടാക്കി. കുഴപ്പമില്ല. പിന്നെ ഞാനായിട്ടൊരു കോമ്പറ്റീഷന് വരാണ്ടിരിക്കാൻ നല്ലതല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തേക്കാം. ഇവള് കുറച്ചധികം സാധനങ്ങളോടൊന്ന് മേടിച്ചിട്ടുണ്ട്, നല്ല വിലയായിട്ടുണ്ട്. എനിവേ അത് അവളുടെ ഇഷ്ടമാണ്. ഗൈസ്, നമ്മളിവിടുന്ന് ഐറ്റംസ് ഒക്കെ മേടിച്ച് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ചുറ്റുപാടുള്ള ഈ വലിയ വലിയ കടകളൊക്കെ ഇല്ലേ, ഇപ്പോൾ ഇവളി മേടിച്ച കട അല്ലാണ്ട് തന്നെ ഡിയോർ, പിന്നെ അതേപോലെ തന്നെ മാക്ക്, ഇവള് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നതൊക്കെ വലിയ വലിയ ബ്രാൻഡുകളാണ്, ഇതിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ബ്രാൻഡുകളാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ പതുക്കെ കടയിൽ നിന്ന് ഇറങ്ങി. ഞാൻ നോക്കുമ്പോൾ ഇത് ഇവിടെ ഇവള് പറയുന്നത് ഇതൊക്കെ ലോകോത്തര ബ്രാൻഡുകളാണ്, ഈ ബ്രാൻഡുകൾ മേക്കപ്പിൻ്റെ ഒക്കെ എന്തോ വലിയ കിടുതാപ്പാന്നൊക്കെ പറഞ്ഞു. എനിവേ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നടന്ന് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ നോക്കി. പക്ഷേ എല്ലാ ലൊക്കേഷനിൽ പോകുമ്പോഴും കുറേ ഡ്രസ്സ് ഷോപ്പുകൾ നമ്മളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രസ്സ് എപ്പോഴും ഞാൻ എടുക്കുന്നത് H&M എന്നാണ്. എനിക്ക് കൂടുതലും H&M ആണ് ഇഷ്ടം. അല്ലെങ്കിൽ ബ്രാൻഡ്സ് ആണെങ്കിൽ ഞാനത് ഓർഡർ ചെയ്യാറ്. പോകുന്ന വഴിക്ക് ആപ്പിളിൻ്റെ ഷോറൂം ഉണ്ട് അപ്പുറത്ത്. അവിടെ ഷൂട്ടിങ്ങും ഫിലിമിങ്ങും അലൗഡ് അല്ല. പക്ഷേ ഞങ്ങളവിടെ കയറി. എനിക്ക് വിഷൻ പ്രോ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. എനിവേ ആപ്പിളിൻ്റെ പുതിയ M15 ചിപ്സെറ്റുള്ള മാക്ബുക്ക് പ്രോയും അതേപോലെ തന്നെ ഐപാഡും
പ്രോയൊക്കെ ഞാനൊന്ന് നൈസായിട്ട് ട്രയൽ അടിച്ച് നോക്കി. ഇതാ പ്രൈമാർക്ക്, സാധാരണക്കാരൻ്റെ ഷോപ്പ്. എനിവേ ഇവിടേക്ക് പോകുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ പതുക്കെ താഴത്തോട്ട് ഇറങ്ങി. ഇതാ ഇവിടെയൊക്കെ അലങ്കാരങ്ങൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കി, നെസ്റ്റിൻ്റെ ഈ സൈഡിലായിട്ടും പിന്നെ ഇതിൻ്റെ ആ രണ്ടാം നിലയുടെ മുകളിലായിട്ടൊക്കെ ഇങ്ങനെ ഓരോ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഭംഗിയൊന്നുമില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഗൈസ്. ആഹാ, സൈക്കിളൊക്കെ ഉണ്ടല്ലോ, നാട്ടിലെ സൈക്കിൾ ഒരു വണ്ടി അത് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് ഗണേശ ചതുർത്ഥിക്ക് വെച്ചിട്ടുള്ള പോലെ അവിടെയൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് വിയറ്റ്നാമീസ് സ്ട്രീറ്റ് ഫുഡ്. അങ്ങനെ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലെത്തി. H&M ഇതിൻ്റെ അകത്തൊക്കെ തന്നെയുള്ളതാണ്. ഇത് 3 നിലയിലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. താഴത്തെ നില കിഡ്സും, രണ്ടാമത്തെ നില ലേഡീസും, മുകളിലെ നില നമുക്കും. അങ്ങനെ ഞാനവിടെ പോയിട്ട് കുറച്ചധികം ഷോപ്പിംഗ് ചെയ്തു ഗൈസ്. എനിക്ക് ജിമ്മിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ലീവ്ലെസ്സും അതേപോലെ തന്നെ ഒരു ടീഷർട്ടും ഒരു ഷർട്ടും എല്ലാം ഞാൻ എടുത്തു. ഞാനതൊക്കെ എടുത്ത് താഴത്തെത്തിയപ്പോൾ ഇവിടെ കാണാനില്ല. ഇവളും ഞാൻ ഒരുമിച്ചല്ല വന്നത്. ഇവളുടെ ഷോപ്പിംഗ് എടുക്കാൻ വേണ്ടി താഴത്ത് വേറെ നിൽക്കുന്ന എൻ്റെ അമ്മ എന്തൊക്കെ എടുത്തിട്ടുള്ള, കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. പിടിച്ചു നോക്കിയപ്പോൾ അതെന്താ വലിയൊരു ജാക്കറ്റൊക്കെ. ഞാൻ പറഞ്ഞു മോളെ ബ്ലാക്ക് ഫ്രൈഡേ ആണ് വരാൻ പോകുന്നത്. ബ്ലാക്ക് ഫ്രൈഡേ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യത്തിൽ നല്ലൊരു 50% ഡിസ്കൗണ്ടിലൊക്കെ നല്ല അടിപൊളി പ്രൊഡക്ട്സ്, ബ്രാൻഡഡ് പ്രൊഡക്ട്സ് മേടിക്കാം. അപ്പോൾ എനിവേ യു വെയിറ്റ് ഫോർ പോസിബിളി 1 month. അപ്പോൾ 1 മാസത്തോളം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പ്രൊഡക്ട്സ് കിട്ടും. ആ ഒരു ലൊടക്കാച്ചി തന്നെ ഞാൻ കണ്ട വഴിക്കന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ റിജക്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ വലത്തേ പിടിച്ചിട്ടുള്ള ആ സ്വെറ്റർ പോലത്തെ ഐറ്റം എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ എടുത്തപ്പോൾ തന്നെ ഇവള് പറഞ്ഞു ഇത് ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിവേ പഴയ ഡ്രസ്സ് കൊണ്ടുപോകാണ്ടിരിക്കരുത്, ആവശ്യം വരും. അങ്ങനെ പഴയ ഡ്രസ്സ് പുള്ളിക്കാരി എടുത്ത് ബാഗിൽ വെച്ചിട്ട് ഇവളാ പുതിയ ഡ്രസ്സ് എടുത്ത് ധരിച്ചു. അങ്ങനെ അതിട്ടിട്ടാണ് പിന്നീട് നമ്മൾ ശേഷം ഭാഗം അവിടെ നിന്ന് യാത്ര ചെയ്തത്. അപ്പോൾ ഇതിട്ടപ്പോൾ ഇവള് പറയേണ്ടിടുന്നത് തണുപ്പിനൊക്കെ നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് പറയേണ്ടിടുന്നു. ഇനിവേ നമ്മൾ ഇന്നത്തെ യാത്രയുടെ പ്രധാന ഉദ്ദേശം അത് തന്നെയായിരുന്നു. കാരണം നമ്മൾക്ക് വിൻ്ററാണ് ഇവിടെ. അപ്പോൾ വിൻ്ററിന് ആവശ്യമുള്ള ക്ലോത്ത്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് മേടിക്കുന്നത്. സമ്മറിൽ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹുഡീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ജാക്കറ്റ് ഇടുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. സോ വിൻ്ററിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് മേടിക്കുന്നതാണ് നല്ലത്. മിനിസോ നമ്മളിപ്പോൾ മിനിസോയിലെത്തി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞി നമ്മുടെ മിനിയേച്ചേഴ്സ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കിട്ടുന്ന നല്ല ഡോൾസും നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ അതിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പരിചയപ്പെടുത്തി തന്നതാണ് ഈ കട. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വന്നായിരുന്നു നാട്ടിൽ പോണേ മുന്നേ. അപ്പോൾ ഞാൻ ഇവളെ കൊണ്ട് കാണിച്ചു. ഇവൾക്ക് ഇഷ്ടപ്പെട്ടു കുറേ പാവക്കുട്ടികളും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നെ വിലയാണ് ഓരോന്നിനും. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തായാലും നാട്ടിൽ പോകുമ്പോൾ മേടിക്കാം. പിന്നെ ഒരു ആഗ്രഹമുള്ളത് ഒരു ബബിൾ ടീ കുടിക്കണം എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഒരു ബബിൾ ടീയുടെ ഷോറൂമിൽ പോയി. അവിടെ പോയപ്പോൾ ബബിൾ ടീ ഉണ്ടാക്കുന്ന ഒരു പെണ്ണ് നമുക്ക് ഏത് ഫ്ലേവർ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഫിസി ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ബബിൾ ടീ ഫിസി ആക്കി ഇവള് മേടിച്ചു. പക്ഷേ ആദ്യത്തെ ഒരു സിപ്പിൽ ഇവൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ പോരാ, അന്യായ മധുരം. ബബിള് കടിച്ച് ഇങ്ങനെ പൊട്ടിക്കാൻ നല്ല രസമുണ്ട്. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടുണ്ടോ സത്യം എന്തായാലും പറയല്ല, ഞാൻ ആദ്യമായിട്ടാണ് ബബിൾ ടീ കുടിക്കുന്നത്. പുറത്തൊക്കെ നമ്മൾ ഈ മാനിനെയൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പുറത്തോട്ട് പോയപ്പോൾ ഒരു കാഴ്ചയുണ്ട്, ഒരു പോലീസുകാരൻ 2 ചെക്കന്മാരിട്ട് ഓടിക്കുന്നത്. പോലീസുകാരനല്ല അവിടുത്തെ സെക്യൂരിറ്റി, എന്തൊക്കെയോ അടിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരനോടൊന്ന്. ക്രിസ്മസിൻ്റെ മുമ്പുള്ള വിൻ്റർ ഷോപ്പിംഗ് ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ക്രിസ്മസിനുള്ള ഷോപ്പിംഗ് അല്ലേ. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ വ്ളോഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവരോടും താങ്ക് യു.